Hi everyone, welcome to my channel Civil Tips and Tricks for Civil Engineers. എൻ്റെ ഈ വീഡിയോ കേരള പബ്ലിക് സർവീസ് എക്സാംസിന് KWA ഉണ്ട് മീൻസ് കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാംസിനും പിന്നെ വന്നിട്ട് ലെക്ചറർ ഗ്രേഡ് 1 എക്സാംസിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വന്നിട്ട് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ കണ്ടിന്യൂഷൻ തന്നെ ക്യാംസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്യാംസിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻസ്, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോളോവേഴ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാംസുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Classification of followers വന്നിട്ട് according to the surface of contact, according to the motion of the follower, according to the path of motion of the follower. Okay. Cams എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് മെഷീനാണ്. നമ്മളിപ്പോൾ ഈ ജിഫിൽ കാണുന്നുണ്ട്, നമ്മുടെ IC എഞ്ചിനിൽ SI എഞ്ചിനാണ് ഇത്. ഓക്കെ, പെട്രോൾ എഞ്ചിൻ. അപ്പോൾ ഇതിൽ വന്ന് ക്യാം 1 വന്നിട്ട് ആദ്യം വന്നിട്ട് കറങ്ങുന്നത് കറങ്ങിയിട്ട് അത് വന്നിട്ട് നമ്മുടെ ഇൻലെറ്റ് വാൽവിനെ തുറക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് പെട്രോൾ അകത്ത് കയറ്റിയിട്ട് പിന്നീട് കമ്പഷൻ നടന്ന ഉടനെ ഇത് എക്സോസ്റ്റ് വാൽവിൽ കൂടെ പോകുന്നുണ്ട്. അപ്പം ആ സൈഡിൽ ക്യാം കറങ്ങുന്നത് കണ്ടോ, ഇത് വെച്ചിട്ടാണ് നമ്മുടെ കറക്റ്റായിട്ട് ക്യാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്യാം വന്നിട്ട് ഒരു റൊട്ടേറ്റിംഗ് മെഷീനാണ്. അത് വന്നിട്ട് നമ്മുടെ ഫോളോവറിന് ഈ വാൽവ് ഉണ്ടല്ലോ, അത് ഫോളോവറാണ്, അത് വന്നിട്ട് ഒരു ഓസിലേറ്റിംഗ് മോഷൻ കൊടുക്കും. ഓക്കെ, ക്യാം വന്നിട്ട് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഒരു ഷാഫ്റ്റ് വെച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സത്യം പറഞ്ഞാൽ നമ്മൾ ടർബൈനിലൊക്കെ പഠിക്കൂലേ? ഓക്കെ, നമ്മുടെ പെൻസ്റ്റോക്കിൽ നിന്ന് വാട്ടർ വന്ന് ടർബൈനിൽ സ്റ്റക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വന്നിട്ട് ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ഈ വാട്ടർ വന്നിട്ട് ടർബൈനിന് റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കും. അത് കഴിഞ്ഞ് റൊട്ടേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഷാഫ്റ്റ് വന്നിട്ട് അത് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ടറിക്കൽ പാർട്ടാണ്. ഓക്കെ, ഫോളോവർ വന്നിട്ട് പ്രീ ഡിറ്റർമൈൻഡ് ആയിരിക്കും. പിന്നെ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് ഫോളോവർ മൂവ് ചെയ്യുന്നത്. ഇപ്പം ഈ ക്യാമിൻ്റെ ഷേപ്പ് കണ്ടോ, ഒരുമാതിരി തുള്ളി പോലെ, മീൻസ് മഴത്തുള്ളി പോലെയാണ് ആ ക്യാമിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത്. ഒരു സൈഡ് ട്രയാങ്കുലർ പാർട്ടും അടുത്ത സൈഡ് വന്നിട്ട് നമ്മുടെ സ്പെറിക്കൽ പാർട്ടും. ഓക്കെ, അപ്പം ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ ട്രയാങ്കുലർ പാർട്ടിൻ്റെ സൈഡായിരിക്കും വന്നിട്ട് നമ്മുടെ ഫോളോവറിനെ പ്രസ് ചെയ്തിട്ട് ഇൻലെറ്റ് വാൽവിലോട്ട് ഇൻലെറ്റ് വാൽവ് തുറന്നിട്ട് പെട്രോളിന് അകത്ത് കയറ്റുന്നത്. ഓക്കെ, ഫ്യൂവൽ അകത്ത് കയറ്റുന്നത്. പിന്നെ ക്യാംസ് ഒക്കെ എവിടെയെല്ലാമാണ് യൂസ് ചെയ്യുന്നത്? ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൽവ്. ഇപ്പം ഞാൻ കാണിച്ചില്ലേ, അതൊരു പിക്ചർ ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൽവിനെയാണ്. ഓക്കെ, കമ്പഷൻ എഞ്ചിന് ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൽവ്. പിന്നെ വന്നിട്ട് ഓട്ടോമാറ്റിക് അറ്റാച്ച്മെന്റ് ഓഫ് മെഷീനറീസ്, പേപ്പർ കട്ടിംഗ് മെഷീൻ, സ്പിന്നിങ്, വീവിങ്, ടെക്സ്റ്റൈൽ മെഷീനറീസിലൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, ഫീഡ് മെക്കാനിസം. ഈ ഫീഡ് മെക്കാനിസം എന്നതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഈ നമ്മൾ ഇപ്പോൾ തുണി തയ്ക്കുമല്ലോ, ഈ തുണി എന്ന് പറഞ്ഞാൽ ഫാബ്രിക് തയ്ക്കുമല്ലോ, ആ സമയത്ത് തുണി തയ്ക്കുന്നത് നമ്മുടെ ഈ നീഡിൽ മീൻസ് സൂചിയുടെ താഴെ തന്നെ ഒരു വർക്ക് പീസ് കാണും. ഓക്കെ, ഈ വർക്ക് പീസിൽ വന്ന് കുറേ കോറുഗേഷൻസ് കാണും. ഈ കോറുഗേഷൻസ് വന്നിട്ട് നമ്മുടെ തുണീനെ മുമ്പോട്ട് നീക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, അതാണ് വന്നിട്ട് ഫീഡ് മെക്കാനിസം. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ലേത്തിലൊക്കെ വന്നിട്ട് ഇത് അപ്ലൈ ചെയ്യും. Classification of followers വന്നിട്ട് according to the surface in contact, according to the motion of the follower, according to the path of motion of follower. ഇത് ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ വന്നിട്ട് നമുക്ക് ഫസ്റ്റ് വന്നിട്ട് according to the surface of contact എന്തൊക്കെയാണെന്ന് കാണാം. Followers according to the surface of contact are as follows. ഓക്കെ, ഇതൊക്കെയാണ് സർഫസ് ഓഫ് കോണ്ടാക്റ്റിൽ വരുന്ന ഫോളോവേഴ്സ്. എന്തൊക്കെയാണ്? നൈഫ് എഡ്ജ് ഫോളോവർ, റോളർ ഫോളോവർ, ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ, മഷ്റൂം ഫോളോവർ, സ്പെരിക്കൽ ഫേസ്ഡ് ഫോളോവർ ആണ് അക്കോർഡിംഗ് ടു ദ സർഫസ് ഓഫ് കോണ്ടാക്റ്റിൽ വരുന്ന ഫോളോവേഴ്സ്.
നൈഫ് എഡ്ജ് ഫോളോവർ. നൈഫ് എഡ്ജ് ഫോളോവർ എന്താന്ന് വെച്ചാൽ നമുക്ക് ഫിഗർ കാണിച്ചു തരാം. ഇതാണ് പിക്ചർ. ഓക്കെ, ഇതിൽ വന്ന് നൈഫ് നല്ല ഷാർപ്പ് എഡ്ജ് ആയിരിക്കും ഫോളോവർ. അപ്പോൾ അതിന് പറയുന്നതാണ് നൈഫ് എഡ്ജ് ഫോളോവർ. ഓക്കെ, പിന്നെ ദ സ്ലൈഡിങ് മോഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദ കോൺടാക്റ്റിംഗ് സർഫേസ്. ഓക്കെ, സ്ലൈഡിങ് മോഷൻ വന്നിട്ട് കോൺടാക്ട് സർഫേസിൻ്റെ ഇടയ്ക്കായിരിക്കും സ്ലൈഡിങ് മോഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് ദ നൈഫ് എഡ്ജ് ആൻഡ് ദി ക്യാം സർഫേസ്. നൈഫ് എഡ്ജും ക്യാം സർഫേസിൻ്റെയും ഇടയിലായിരിക്കും സ്ലൈഡിങ് മോഷൻ നടക്കുന്നത്. ഇറ്റ് ഈസ് സെൽഡം യൂസ്ഡ് practice because small area of contacting surface results in excessive wear. ഇത് വന്നിട്ട് എപ്പോഴും യൂസ് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഏരിയയിൽ യൂസ് ചെയ്താൽ ഇതിന് വന്നിട്ട് എക്സസീവ് വിയർ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡാമേജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നൈഫ് എഡ്ജ് ഫോളോവർ വന്നിട്ട് നല്ല ഷാർപ്പ് എഡ്ജ് ആയിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എക്സസീവ് വിയർ ഉണ്ടാകും. ഓക്കെ, in knife edge followers a considerable side thrust exists between the follower and the guide. ഗൈഡും പിന്നെ ഫോളോവറിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഒരു ചെറിയ ഒരു സൈഡ് ട്രസ്റ്റ് ഉണ്ടാവും. ഈ സൈഡ് ട്രസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീറ്റൈനിങ് വോൾ തന്നെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, സിവിലിൽ നമ്മൾ റീറ്റൈനിങ് വോൾ നോക്കൂലേ, അപ്പോൾ അതൊരു സൈഡ് ട്രസ്റ്റ് ആയിട്ട് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റൈനിങ് വോളിൽ നമ്മളിപ്പോൾ ഹോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിൽ സൈഡ് ട്രസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റീറ്റൈനിങ് വോളിൽ ഹോൾ പ്രൊവൈഡ് ചെയ്ത് മീൻസ് ചെറിയ ചെറിയ പോർ ഹോൾസ് പ്രൊവൈഡ് ചെയ്താൽ അതിലുള്ള എക്സീവ് പോർ വാട്ടർ പ്രഷർ വന്നിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സൈഡ് ട്രസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ നൈഫ് എഡ്ജ് ഫോളോവർ വർക്ക് ചെയ്യുന്ന പ്രോസസ്സാണ്, അതിൻ്റെ ഒരു ജിഫാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തത് വന്നിട്ട് റോളർ ഫോളോവർ ആണ്. ഓക്കെ, റോളർ ഫോളോവർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പിക്ചർ കാണിച്ചു തരാം. ഇതാണ് റോളർ ഫോളോവർ. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ഫോളോവറിൽ വന്നിട്ട് നൈഫ് എഡ്ജ് ഫോളോവറാണ്. അത് വന്നിട്ട് നല്ല ഷാർപ്പ് എഡ്ജ് ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ റോളർ ഫോളോവറിന് ഷാർപ്പ് എഡ്ജിന് പകരം റോളിംഗ് മോഷൻ ആയിരിക്കും റോളർ ഫോളോവർ കൊടുക്കുന്നത്. ഫോളോവർ വന്നിട്ട് റോളിംഗ് മോഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ക്യാമിൻ്റെ ഷാഫ്റ്റും റോളിംഗ് മോഷൻ ആയിരിക്കും ഓക്കെ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ റോളിംഗ് മോഷൻ കാരണം ഒരുപാട് വിയർ മീൻസ് ഡാമേജ് വരാനുള്ള ചാൻസസ് കുറവായിരിക്കും. ഓക്കെ, പിന്നെ വന്നിട്ട് റോളർ ഫോളോവർ ഈസ് ഓൾസോ പ്രൊവൈഡ് സൈഡ് ട്രസ്റ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഫോളോവർ ആൻഡ് ദ ഗൈഡ്. ഓക്കെ, ഫോളോവറും ഗൈഡിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് സൈഡ് ട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ റോളർ ഫോളോവർ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റേഷനറി ഗ്യാസസ് പിന്നെ വന്നിട്ട് ഓയിൽ എൻജിൻസ്, എയർക്രാഫ്റ്റ് എൻജിൻസ് ഒക്കെയാണ് വന്നിട്ട് റോളർ ഫോളോവർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വർക്കിംഗ് ജിഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഓക്കെ അടുത്തത് വന്ന് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ അല്ലെങ്കിൽ മഷ്റൂം ഫോളോവർ. നമ്മൾ നേരത്തെ കണ്ടതിൽ വെച്ച് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫോളോവറാണ് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ അല്ലെങ്കിൽ മഷ്റൂം ഫോളോവർ. ഈ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവറിൽ വന്നിട്ട് ഇത് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ഫേസ് ആയിരിക്കും. ഞാൻ ഇപ്പം ഒരു പിക്ചർ കാണിച്ചു തരാം. ഇതിൽ വന്നിട്ട് ഫ്ലാറ്റ് ഫേസ് ആണ്. ഓക്കെ, മറ്റേതിലെല്ലാം വന്നിട്ട് ഷാർപ്പ് എഡ്ജ് ആയിരിക്കും അല്ലെങ്കിൽ റോളർ ഫോളോവർ ആയിരിക്കും. ഓക്കെ, ഇതിൽ വന്നിട്ട് മറ്റേതുപോലെ തന്നെ ഇതിലും സൈഡ് ട്രസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ സൈഡ് ട്രസ്റ്റ് നമ്മുടെ റോളർ ഫോളോവറിനെ പോലെ തന്നെ ഇതിലും റെഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൈഡ് ട്രസ്റ്റ് എങ്ങനെ കൊടുക്കുന്നതെന്ന് ആദ്യം പറയണ്ടേ? അതാ ശരി. അപ്പം ഫ്രിക്ഷൻ ആണ് ഇതിന് സൈഡ് ട്രസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദീസ് സർഫേസസ് ഇസ് ലാർജ്ലി സ്ലൈഡിങ് നേച്ചർ. ഇത് വന്നിട്ട് സ്ലൈഡിങ് നേച്ചർ ആയിരിക്കും റിലേറ്റീവ് മോഷൻ കൊടുക്കുന്നത്. ഓക്കെ,
പിന്നെ വന്നിട്ട് ഈ ഓഫ്സെറ്റ് സൈഡ് ട്രസ്റ്റ് വന്നിട്ട് റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്സെറ്റിംഗ് ആയിരിക്കും കൊടുക്കുന്നത്. ഓഫ്സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർവേയിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്സും എടുക്കും, ഇൻക്ലൈൻഡ് ഓഫ്സെറ്റ്സും എടുക്കും. ഓക്കെ, ഈ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്സ് വന്ന് നമ്മൾ 90 ഡിഗ്രിയിലായിരിക്കും എടുക്കുന്നത്. പക്ഷെ ഇതിൽ വന്നിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും, കുറച്ച് മാറി നിന്നിട്ടായിരിക്കും നമ്മുടെ ഫ്ലാറ്റ് ഫേസസ് കൊടുക്കുന്നു. ആക്സ് ക്യാമിൻ്റെ ആക്സിന് കുറച്ച് മാറി നിന്നിട്ടായിരിക്കും ഇതിൻ്റെ ആക്സ് കൊടുക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് ലിമിറ്റഡ് സ്പേസിലൊക്കെയാണ് നമ്മുടെ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഓട്ടോമൊബൈൽ എൻജിൻസിന്റെ വാല്വിലൊക്കെയാണ് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വർക്കിംഗ് ജിഫാണ് കാണിച്ചിരിക്കുന്നത്. ഇത് മേളിലോട്ട് പോയി താഴെ വരുമ്പോൾ തന്നെ ഒരുപാട് വിയർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വരാതിരിക്കാനാണ് നമ്മൾ കുറച്ച് ഓഫ്സെറ്റിംഗ് കൊടുക്കുന്നത്. അടുത്തത് വന്നിട്ട് സ്പെറിക്കൽ ഫേസ്ഡ് ഫോളോവർ. ഓക്കെ, ഈ സ്പെറിക്കൽ ഷേപ്ഡ് ഫോളോവർ വന്നിട്ട് നമ്മുടെ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ തന്നെയാണ്. ഓക്കെ, ഇതിന്റെ കോൺടാക്റ്റിംഗ് സർഫസ് വന്നിട്ട് സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും, ബോൾ പോലെ ആയിരിക്കും ഇതിന്റെ കോൺടാക്റ്റിംഗ് സർഫസ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് സ്പെറിക്കൽ ഫേസ്ഡ് ഫോളോവർ എന്നാണ് വിളിക്കുന്നത്. സാധാരണ വന്നിട്ട് നമ്മുടെ ഓട്ടോമൊബൈൽസിലൊക്കെ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ വന്നിട്ട് ഹൈ സർഫസ് സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെറിക്കൽ ഫേസ്ഡ് ഫോളോവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫ്ലാറ്റ് എൻഡ് വന്നിട്ട് സ്പെറിക്കൽ ഷേപ്പ് ആക്കി മാറ്റും. ഓക്കെ, മെഷീനൈസ് ചെയ്ത് സ്പെറിക്കൽ ഷേപ്പ് ആക്കി മാറ്റും. ഇതാണ് സ്പെറിക്കൽ ഷേപ്ഡ് ഫോളോവർ. അതിന്റെ ജിഫാണ് കാണിച്ചിരിക്കുന്നത്. ജിഫിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ ആണ്, പക്ഷെ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് സ്പെറിക്കൽ ഫേസ്ഡ് ഫോളോവർ ആണ് നമുക്ക് മനസ്സിലാവും. ഇനി വന്ന ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ മോഷൻ ഓഫ് ദി ഫോളോവർ ആണ്. ഓക്കെ, റെസിപ്രോക്കേറ്റിംഗ് ഓർ ട്രാൻസ്ലേറ്റിംഗ് ഫോളോവർ, പിന്നെ വന്നിട്ട് ഓസിലേറ്റിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഫോളോവർ. ആദ്യം വന്നിട്ട് നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് ഓർ ട്രാൻസ്ലേറ്റിംഗ് ഫോളോവർ കാണാം. ഈ റെസിപ്രോക്കേറ്റിംഗ് ഓർ ട്രാൻസ്ലേറ്റിംഗ് ഫോളോവറിൽ വന്നിട്ട് ക്യാം വന്നിട്ട് യൂണിഫോം ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോളോവർ വന്നിട്ട് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കൊടുക്കും. ഓക്കെ, അതാണ് വന്നിട്ട് റെസിപ്രോക്കേറ്റിംഗ് ഓർ ട്രാൻസ്ലേറ്റിംഗ് ഫോളോവർ. നൈഫ് എഡ്ജ് ഫോളോവർ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ സ്പെറിക്കൽ ഫോളോവറും ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവറും വന്നിട്ട് റെസിപ്രോക്കേറ്റിംഗ് ഓർ ട്രാൻസ്ലേറ്റിംഗ് ഫോളോവറുടെ എക്സാമ്പിൾ ആണ്. അടുത്തത് വന്നിട്ട് ഓസിലേറ്റിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഫോളോവർ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജിഫ് കാണിച്ചു തരാം. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, ക്യാം വന്നിട്ട് റൊട്ടേറ്റ് ചെയ്യും, ക്യാം വന്ന് റൊട്ടേറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഫോളോവർ വന്നിട്ട് ഓസിലേറ്ററി മോഷൻ കൊടുക്കും. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു, ഓസിലേറ്ററി മോഷൻ. ഓക്കെ, അതിന് പറയുന്നതാണ് ഓസിലേറ്റിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഫോളോവർ. ഓക്കെ, എൻ്റെ വീഡിയോ ഇത്രയും കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെന്ന്. ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അക്കോർഡിംഗ് ടു ദി പാത്ത് ഓഫ് ദി മോഷൻ ഓഫ് ദി ഫോളോവർ രണ്ട് ടൈപ്പ് ഉണ്ട്, റേഡിയൽ ഫോളോവറും ഓഫ്സെറ്റ് ഫോളോവർ. ഓക്കെ, റേഡിയൽ ഫോളോവർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമിന്റെ സെന്റർ ഉണ്ടല്ലോ, അതിന്റെ ആക്സിസും അതുപോലെ തന്നെ ഫോളോവറുടെ സെന്ററുടെ ആക്സിസും തമ്മിൽ കോയിൻസൈഡ്, മീൻസ് അത് ഒരേ ലൈനിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതിന് പറയുന്നതാണ് റേഡിയൽ ഫോളോവർ. ഇങ്ങനെയാണ് റേഡിയൽ ഫോളോവർ വർക്ക് ചെയ്യുന്നത്. കണ്ടോ, അതിന്റെ ഫോളോവറുടെ സെന്ററും അതുപോലെ ക്യാമിന്റെ സെന്ററും തമ്മിൽ ഒരേ ലൈനിലായിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. ഓഫ്സെറ്റിംഗ് ഫോളോവർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്
ഇതിൽ വന്നിട്ട് ആക്സിസ് ഓഫ് ക്യാം മീൻസ് ക്യാമിന്റെ സെന്ററിന്റെ ആക്സിസും അതുപോലെ തന്നെ നമ്മുടെ ഫോളോവറുടെ സെന്ററിന്റെ ആക്സിസും തമ്മിൽ കോയിൻസൈഡ് ചെയ്തില്ല, കുറച്ച് മാറിയായിരിക്കും ഫോളോവറുടെ സെന്റർ ആക്സിസ് ഇരിക്കുന്നത്. ഓക്കെ, അതിനാണ് പറയുന്നത് ഓഫ്സെറ്റ് ഫോളോവർ. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ഇത് കണ്ടായിരുന്നു ഓഫ്സെറ്റ് ഫോളോവർ എന്താന്ന്. ഓക്കെ, ഏതാ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ ഒരു ഓഫ്സെറ്റ് ഫോളോവറാണ്. അപ്പൊ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ മെഷീനൈസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പെരിക്കൽ ഫോളോവർ ആക്കുന്നത്. ഈ സ്പെരിക്കൽ ഫോളോവറുടെ ജിഫാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, കണ്ടോ, ക്യാമിന്റെ ആക്സിസും അതുപോലെ തന്നെ ഫോളോവറുടെ ആക്സിസും വന്നിട്ട് കുറച്ച് മാറിയായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അതിന് പറയുന്നതാണ് ഓഫ്സെറ്റ് ഫോളോവർ. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാംസ് ആണ് അടുത്തത്. ത്രൂ ദ ക്യാംസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ മെനി വേസ്. ക്യാംസ് വന്നിട്ട് രണ്ട് ടൈപ്പ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. റേഡിയൽ ഓർ ഡിസ്ക് ക്യാം, പിന്നെ വന്നിട്ട് സിലിണ്ടറിക്കൽ ക്യാം. നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു റേഡിയൽ ഓർ റേഡിയൽ ഫോളോവർ. ഓക്കെ, അതുപോലെ തന്നെയാണ് റേഡിയൽ ഓർ ഡിസ്ക് ക്യാം. ഓക്കെ, ഇതെങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ ഫോളോവർ വന്ന് റെസിപ്രോക്കേറ്റ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ ആ ക്യാമിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഫോളോവർ വന്നിട്ട് റെസിപ്രോക്കേറ്റ് അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് റേഡിയൽ ഓർ ഡിസ്ക് ക്യാം. നമ്മൾ നേരത്തെ ഇതും കണ്ടായിരുന്നു, റേഡിയൽ ഫോളോവർ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അതേ ഒരു ജിഫാണ് കാണിച്ചിരിക്കുന്നത്. സിലിണ്ടറിക്കൽ ക്യാം. സിലിണ്ടറിക്കൽ ക്യാം എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാല് ഇതിൽ വന്നിട്ട് ഫോളോവർ വന്നിട്ട് പാരലൽ ആയിട്ട് റെസിപ്രോക്കേറ്റ് ഇല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, അതെങ്ങനെ, ക്യാം ആക്സിസിന്റെ പാരലൽ ആയിട്ടായിരിക്കും റെസിപ്രോക്കേറ്റിംഗ് അല്ലെങ്കിൽ ഓസിലേഷൻ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ റേഡിയൽ അല്ലെങ്കിൽ ഡിസ്ക് ക്യാമിൽ വന്നിട്ട് അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്തൊക്കെ നമ്മുടെ ക്യാമിന്റെ ആക്സിസും ഫോളോവറുടെ ആക്സിസും പെർപെൻഡിക്കുലർ ആയിരിക്കും. പക്ഷെ സിലിണ്ടറിക്കൽ ക്യാമ്പിൽ രണ്ടെണ്ണം പാരലൽ ആയിരിക്കും. ഓക്കെ, അതിന്റെ ഒരു ജിഫാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതോടെ വന്നിട്ട് ക്ലാസ് കഴിയാണ്. അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് ക്യാംസിന്റെ ബാക്കി ഭാഗം എടുക്കാം. ഓക്കെ, ടേംസ് യൂസ്ഡ് ഇൻ റേഡിയൽ ക്യാംസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ സ്ക്രൂഡ് ഫാസ്റ്റനേഴ്സും അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും.